കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ കടലിനക്കരെ പോണോരേ കാണാ പൊന്നിനു പോണോരേ. എന്റെ വ്യാകുല മാതാവ്, ഇത് എന്നാ ചൂടാണിത്? ഇങ്ങനെ പോയാലേ എന്റെ കൊള്ളമുടി കൂടി പോകൂല്ലോ എന്റെ വ്യാകുല മാതാവേ. ഇത് എന്നാണ്? മരിച്ചാലെന്താ പൊരിച്ചാലെന്താ, ചിരിച്ച മുഖം കൊള്ളാം. എടാ കിഴക്കാട്ട് ബാബുവേ. അയ്യോ, പണ്ട് വള്ളം മുങ്ങി മരിച്ച എന്റെ കൂട്ടുകാരൻ പടിഞ്ഞാട്ടുണ്ണിയുടെ സൗണ്ടാണല്ലോ കേൾക്കണത്. എടാ കിഴക്കാട്ട് ബാബു. അയ്യോ, ഉണ്ണിയുടെ പ്രേതം, പ്രേതം, ഉണ്ണിയുടെ പ്രേതം. അയ്യോ, ഉണ്ണിയുടെ പ്രേതം. പെണ്ണുമ്പളാ എടാ കിഴക്കാട്ട് ബാബു, ഇത് ഞാനാണ്ടാ പടിഞ്ഞാട്ടുണ്ണി. നമ്മള് വള്ളം മറിഞ്ഞേ നീ കിഴക്കാട്ട് നീന്തിപ്പോയി, പക്ഷെ ഞാൻ നീന്തിയത് പടിഞ്ഞാട്ട്. എന്നിട്ട് ചെന്ന് കേറിയതേ ഒരു തിമിംഗലത്തിന്റെ വായില്. അത് ശരി. ആ തിമിംഗലം എന്നെ അറബി ദേശത്ത് കൊണ്ടൊന്ന് കക്കിയിട്ടാ. അതോ ഈ അറബി നമ്മുടെ ഈ തിമിംഗലത്തിന്റെ ഷർട്ടിലിന് ഭയങ്കര വിലയാണല്ല. അവിടുന്ന് കുറെ തൊഴിലാളികൾ വന്ന് എന്നെയും കോരിക്കൊണ്ട് പോയി കരയെ കൊണ്ടിട്ട് ഇങ്ങനെ കുളിപ്പിച്ചു വന്നപ്പം ദേ കിടക്കണടാ. എന്തുവാടാ? ഞാനേ. അത് ശരി, നീ അങ്ങ് രക്ഷപ്പെട്ടു പോയല്ല. എടാ പലരും പറയുന്നത് ഞാൻ അറബി പോയി ഇവിടെ ഭയങ്കര പൈസയൊക്കെ ഉണ്ടാക്കി വീട് വെച്ച് കാറ് വെച്ചെന്ന്. പക്ഷേടാ എന്തിനാടാ ഇങ്ങനൊക്കെ പറഞ്ഞു നടക്കണേ? ഇവിടെ ആരെങ്കിലും പറഞ്ഞു നടക്കണില്ല. നിനക്കെങ്കിലും ഇതൊക്കെ ഒന്ന് പറഞ്ഞു നടക്കാൻ പാടില്ല. എന്റെ കോലം കണ്ടാടാ. എടാ എന്താടാ നിന്റെ വീടൊക്കെ ഒന്ന് വെച്ച് റെഡിയാക്കടാവേ. എങ്ങനെ വെക്കാനാണ്? എടാ പിന്നെ പാട്ടേ കിടന്ന് 2 ആനയുടെ തലയുള്ള പേപ്പർ ഇളയ ചെറുക്കിനെടുത്ത് പട്ടം ഉണ്ടാക്കി. പട്ടമ്മയെ കാറ്റ് പിടിച്ച് അങ്ങ് കീറിപ്പോയി. ആനയുടെ തലയുള്ള പേപ്പറാ? ഭൂമിക്ക പേപ്പർ. എന്റെ ദൈവമേ, ആധാരം എടുത്ത് പട്ടം ഉണ്ടാക്കി മേലാട്ട് വിട്ടെന്നാ. എടാ കിഴക്കാട്ട് ബാബു. എന്താടാ പടിഞ്ഞാട്ടുണ്ണി? നിന്റെ മോമിട്ട പട്ടത്തിന്റെ വാലാണ്ടാ അവിടെ കിടന്ന് തൂങ്ങിയാടുന്നത്. എന്റെ വ്യാകുല മാതാവേ, 1 സെന്റ് സ്ഥലമൊക്കെയായി ഒരു വീട് വെക്കണം. എന്നാലും നിന്റെ കടലമ്മ നിന്നെ കാക്കാണ്ടിരിക്കുകയല്ലടാ. എടാ കരിയും കേട്ടാ, കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റക്കാണ് കടലിൽ പോയത്. ചെന്നപ്പോഴേ ചൂണ്ട ഇട്ടോണ്ടിരിക്കുകയാണ്. നോക്കിയപ്പോ തെരയൊരിളക്കം. വിരയിളക്കവാ? വിരയല്ല, തെരയിളകന്ന്. എന്നിട്ട് നോക്കിയപ്പോ എന്തോന്നാണ്? ഒരു മത്സ്യകന്യക. മത്സ്യകന്യകയാണെന്നേ. ഈ മത്സ്യകന്യക എന്നെ തന്നെ നോക്കുന്നു, ഞാൻ അങ്ങോട്ടും നോക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ മത്സ്യകന്യ വാലെടുത്ത് തന്നെ 2 തട്ട്. എന്നിട്ട് പറയാണേ, വെളുപ്പാങ്കളത്ത് പാണ്ടിക്കാരൻ അണ്ണാച്ചി വരും, എഴുന്നേറ്റ് പണിക്ക് പോകാൻ. മത്സ്യകന്യക എന്റെ പെണ്ണുമ്പള സ്വപ്നമായിരുന്നു. എന്നെ കൊണ്ടൊന്ന് കൊണ്ടുപോടാ. എടാ വെറുതെ അങ്ങോട്ട് വരാൻ പറ്റത്തില്ലെന്ന്. അതെന്നാണ്? എടാ അറബി പോണേ പാസ്പോർട്ടും വേണം, വിസായും വേണം. നീ ഇതൊക്കെ ഉണ്ടായിട്ടാണ് നീ പോയത്. എടാ അന്ന് എന്നെ കൊണ്ടുപോയി തിമിംഗലം അങ്ങനെ ഉണ്ടായിരുന്നു. അതിന്റെ കുഞ്ഞെങ്കിലും കാണുമല്ലോടാ. അതൊക്കെ ചത്ത് പണ്ടാരം അടങ്ങി കാണുക. ഞാനും ഒന്ന് പോയി രക്ഷപ്പെട്ടാ. എടാ നീ പോടാ, വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ട് വരാൻ പറ്റത്തില്ലെന്ന്. എന്തൊക്കെയാലും ഞാൻ നിന്നെ പോലെ കടലിൽ ചാടി ഞാനും നീന്തി ഞാൻ പോയി രക്ഷപ്പെടും. നീ കിഴക്കാട്ട് ബാബു വെറുതെ ആവേശം കാണിക്കല്ലേ. നീ ഒന്നും പറയണ്ട, എന്റെ പേര് കിഴക്കാട്ട് ബാബു അല്ല. എന്റെ പേര് ഇന്നും ഒരു പടിഞ്ഞാട്ട് ബാബുവാണ്. ഞാൻ രക്ഷപ്പെടും. ചാടല്ലേ. അയ്യോ യവൻ പറഞ്ഞ പോലെ എന്നെ ചെയ്തല്ല. നമുക്ക് ആ പോസ്റ്റ് ഗാർഡിനെ വിളിച്ച് കാര്യമെന്ന് പറയാം. ഹലോ പോസ്റ്റ് ഗാർഡാണാ? സാറേ, നമ്മുടെ കിഴക്കാട്ട് ബാബു ഇപ്പൊ എടുത്ത് കടലാട്ട് ചാടി. അവന് വല്ല കുഴപ്പമുണ്ടാ? അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല, സുരക്ഷിതമായിട്ടിരിപ്പുണ്ട്. ആണാ? എവിടെയാണ് സാറേ? ഒരു സ്രാവിന്റെ വായിൽ. സ്രാവിന്റെ വായിലാ? എടാ കിഴക്കാട്ട് ബാബു, ഇനി നിന്നെ തെക്കാട്ടെടുക്കാല്ലാടാ.